ബിഗ് ബിക്ക് ശേഷം അതിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കാതെ അതേ ടോണിൽ 3 ചിത്രങ്ങൾ കൂടി സംവിധാനം ചെയ്ത് ആവർത്തന വിരസത സൃഷ്ടിച്ച ഒരു സംവിധായകന്റെ സ്വയം തിരിച്ചറിവ്. മികച്ചൊരു ഛായാഗ്രാഹകനും കൂടിയായ തന്റെ ശക്തി എത്രത്തോളമാണെന്നും നല്ലൊരു തിരക്കഥയ്ക്ക് ഒരു സിനിമയിൽ എത്രത്തോളം പോസിറ്റീവ് സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും അമൽ നീരദ് എന്ന ക്രാഫ്റ്റ്സ്മാൻ മനസ്സിലാക്കിയ ചിത്രമാണ് ഇയോബിന്റെ പുസ്തകം. 1946 കാലഘട്ടത്തിലെ കൊളോണിയൽ വാഴ്ചക്കാലത്തെ മൂന്നാറും അവിടുത്തെ ജനജീവിതവുമാണ് ചിത്രത്തിന്റെ പ്രധാന വിഷയം. സായിപ്പ് ഏൽപ്പിച്ചിട്ട് പോയ ഭൂമിയിൽ നാടൻ സായിപ്പുമാർ നടത്തുന്ന ഭരണവും രക്തബന്ധത്തിനു പോലും വില നൽകാതെ പണത്തിനും പെണ്ണിനും പിറകെ പോകുന്ന ഒരു കൂട്ടം ക്രൂരരായ മനുഷ്യരും. അവർക്കിടയിൽ പിറന്നു വീണിട്ടും മനസ്സിൽ ഒരുപാട് നന്മ സൂക്ഷിക്കുന്ന നല്ലവരും ഒക്കെ ചേർന്ന് അവിടെ പല തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അത് സ്വാഭാവികമായ ജനജീവിതത്തിന് ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. അതിലൂടെ ഒരുപാട് പേർക്ക് ജീവഹാനി സംഭവിക്കുന്നു. ഒടുവിൽ നന്മ ജയിക്കുകയും അതിലൂടെ എല്ലാം നല്ല രീതിയിൽ അവസാനിക്കുകയും ചെയ്യുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെയും ദൃശ്യഭംഗി അതിന്റെ പാരമ്യതയിലായിരുന്നു. തികച്ചും അച്ചടക്കത്തോടുകൂടി അസൂയാവഹമായ പ്രകടനമാണ് ഫഹദ് എന്ന നടൻ കാഴ്ചവെച്ചത്. തികച്ചും നെഗറ്റീവായ ഒരു കഥാപാത്രമായി ജയസൂര്യ എത്തിയപ്പോൾ ആ നടനോടുള്ള ബഹുമാനം ഒരുപാട് വർദ്ധിക്കുകയാണ്. ലോക നിലവാരത്തിലുള്ള സമീപനമാണ് അതെന്ന് ജയസൂര്യ മനസ്സിലാക്കുന്നു എന്നതാണ് വാസ്തവം. ലാൽ എന്ന നടനെ സംബന്ധിച്ച് ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ ഇയോബ് എന്ന കഥാപാത്രം ഒരു ഈസി ജോലിയായിരുന്നു. പത്മപ്രിയ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അഭിനേതാക്കളിൽ മറ്റുള്ളവരെല്ലാം തന്നെ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. വ്യക്തമായ തിരക്കഥയും അതിലും വ്യക്തമായ കൺസീവിംഗും സമ്മേളിച്ചതിലൂടെ പ്രേക്ഷകർക്ക് ലഭിച്ച നല്ലൊരു ദൃശ്യവിരുന്നായ ഇയോബിന്റെ പുസ്തകം എന്ന ചിത്രം നിങ്ങൾ ഏവരെയും തൃപ്തിപ്പെടുത്തും എന്നത് 100% ഉറപ്പ്. ഇത്രയും മികച്ച രീതിയിൽ സിനിമാറ്റോഗ്രഫി നിർവഹിക്കപ്പെട്ട വേറൊരു സിനിമയും അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല.